വെയിറ്റ് ചെയ്തിട്ടിരുന്ന LBS MCAയുടെ അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ലേറ്റ് ആയി കാര്യങ്ങൾ വരാൻ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 2 ദിവസം ഇല്ല. ചുരുക്കി പറഞ്ഞ ഒരു 1.5 ദിവസമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ടൈമുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ മനസ്സിലാക്കുക. ഞാൻ സൈറ്റ് നോക്കുകയായിരുന്നു, അതിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ലൈവ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ BCAയുടെ. അപ്പൊ അതുകൊണ്ടാണ് ലേറ്റ് ആയത് കേട്ടോ. വൈകുന്നേരം 6 മണി 7 മണി കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിലവിൽ സൈറ്റിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ പറഞ്ഞിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 26 എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 24 26-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചെയ്തിട്ടിരിക്കണം എന്നുള്ളതാണ്. അതിനുള്ളിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. നിലവിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊന്നും വിചാരിച്ച് ആരും ഇരിക്കരുത്. കാരണം എക്സാമിന്റെ ഭാഗത്തുനിന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് എക്സാം നടന്നത്. നമ്മുടെ ഈ കാര്യങ്ങൾ എക്സാം നടന്ന ലേറ്റ് ആയെന്ന് പറയില്ല, പക്ഷേ എക്സാമിന്റെ റിസൾട്ട് വന്നത് ലേറ്റ് ആയിട്ടാണ്. ഈ പറഞ്ഞ അത് കഴിഞ്ഞ് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലം കാത്തിരുന്നു, അലോട്ട്മെന്റിന് വേണ്ടി കുറേ കാലം കാത്തിരുന്നു, റാങ്ക് ലിസ്റ്റ് വന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്നേ കോളേജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളേജിന്റെ ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയില് എന്തുണ്ട്, ലിസ്റ്റ് ഓഫ് കോളേജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. 2 അപ്ഡേഷനാണ് സൈറ്റിൽ വന്നിട്ടുള്ളത്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നാളെ ചെയ്യാം. എങ്ങനെ അപ്ലൈ ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെ ചെയ്യാം. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. ഒന്ന് 26-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ദി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞുതരാം. കാൻഡിഡേറ്റ് ക്യാൻ സബ്മിറ്റ് കോളേജ് പ്രിഫറൻസ് ഫോർ അലോട്ട്മെന്റ് ടിൽ 26/7/2026 എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് കോളേജ് അവൈൽ ഫോർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഓഫ് കോളേജ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പൊ തന്നെ പോയി രാത്രി നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നാളെ രാവിലെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ആലോചിച്ച് കൃത്യമായി ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്ര ടൈറ്റ് ആയിട്ട് കൊടുത്തതുള്ള കാര്യം നിങ്ങൾ അറിയില്ല. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉള്ളിടത്ത് ചെയ്യുക. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതിലേക്ക് ലോഗിൻ ആവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൈറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിലവിൽ സൈറ്റിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ കാൻഡിഡേറ്റ് ക്യാൻ സബ്മിറ്റ് കോളേജ് പ്രിഫറൻസ് 26 കൊടുത്തിട്ടുള്ളത്. ഇനി ലിസ്റ്റ് ഓഫ് കോളേജസ് ഞാൻ ഇവിടെ താഴെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് ഫേസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു സ്ക്രീനും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, നാളെ തന്നെ ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് 60 സീറ്റിനെയാണ് നമ്മൾ പറഞ്ഞു. തൃശ്ശൂരും 60ആണ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലും 60 തന്നെയാണ്. മറ്റുള്ള കോളേജിലുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇപ്രാവശ്യത്തെ നമ്മുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 61 കോളേജസ് ആണ്. ഓക്കെ, കഴിഞ്ഞതിൽ ഇത് ചെറിയ വ്യത്യാസങ്ങളാണ്. ഒറ്റ നോട്ടത്തിൽ വ്യത്യാസങ്ങളില്ല. ചില കോളേജുകൾ ആഡ് ആയിട്ടുണ്ടാവും, ചിലത് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 50 സംതിങ് ആണോ 58 ആണോ നമ്മളെന്തോ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും ഫീസും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള ഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3680 രൂപയാണ് ഗവൺമെന്റ് കോളേജുകളിൽ നിങ്ങൾക്ക് സെം ഫീസ് ആയിട്ട് ഫീസ് പെർ സെമസ്റ്റർ വരുന്നത് ഗവൺമെന്റ് കോളേജുകളിലേക്ക്. അത് കോസ്റ്റ് ഷെയറിംഗിലേക്ക് വരുമ്പോൾ 25,000 ആണ് കോസ്റ്റ് ഷെയറിംഗിൽ കാണിക്കുന്നത്. 25,000 കോസ്റ്റ് ഷെയറിംഗിൽ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് എന്ന് വരുന്നത്. 45,000 വരെയുള്ള കോളേജുകളുണ്ട്. പിന്നെ അതാണ് കോസ്റ്റ് ഷെയറിംഗ് വരുന്നത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ ഈ 25 ടു അങ്ങോട്ടാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ അങ്ങോട്ടാണ് വരുന്നത്. 36 ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സെമ്മിൽ 36 ഒക്കെ വരുന്ന കോളേജുകളുണ്ട്. 40 വരുന്ന കോളേജുണ്ട്, 45 വരുന്ന കോളേജുണ്ട്. ഇനി KMCT ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റിൽ നിങ്ങൾ സെമ്മിൽ അടയ്ക്കേണ്ടത് 50,000 ആണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കണം. അത് സെൽഫ് ഫിനാൻസിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ എടുത്തുപെടുത്തി ഞാൻ നാളെ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോ. മാക്സിമം 60,000 ഉണ്ട്. ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 60K ആണ്, 60,000 രൂപയാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ വാങ്ങുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് വിചാരിക്കരുത്, അതായത് നിലവിൽ കേരളത്തിൽ ജനറൽ ആയിട്ട് MCAയുടെ ഫീസ് എന്ന് പറയുമ്പോൾ ഒരു 33 എബോവ്, മാക്സിമം ഒരു 36 ഒക്കെ ഉള്ള കോളേജിലൊക്കെ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് പഠിക്കുകയാണെങ്കിൽ അത്ര ഉള്ള കോളേജിൽ പഠിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അത്രയും എമൗണ്ട് കൊടുത്ത് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ, സെമ്മിന് അത്ര എമൗണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക. കോളേജ് പ്ലേസ്മെന്റും കാര്യങ്ങളും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം പോവുക.
നിലവിലെ കണ്ടീഷനിൽ ഇപ്പോൾ ഓരോ ഇയറും ഫീസ് കൂടും. പക്ഷേ ബേസിക് അത്യാവശ്യം നല്ല കോളേജുകളിലൊക്കെ ഒരു 36K ഒക്കെ എന്തുള്ളൂ സെമ്മിൽ വരുന്നുള്ളൂ. പിന്നെ ഈ ഫീസിന്റെ ഒക്കെ കാര്യം ഇപ്പോൾ 60K ഒക്കെ പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകണേ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യില്ല. പിന്നെ ഒരിക്കലും നിങ്ങൾ ഇത് ചോദിക്കാതെ ഈ കോളേജ് ബെസ്റ്റ് ആണോ ആ കോളേജ്, ഒരുപാട് റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് തന്നതാണ്. എങ്ങനെയാണ് 2 കോളേജുകൾ എടുത്ത് കമ്പയർ ചെയ്യേണ്ടത്, അത് ബെസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഞാൻ വേറെ സംഭവം ഉണ്ടായി. LBS സെൻറ്ററിലേക്ക് ഞാൻ ഇതിൻ്റെ കാര്യം അന്വേഷിച്ച് വിളിച്ച സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് നേരിട്ട് കോളേജ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അന്വേഷിക്കുക, ഈ കോളേജ് ഓക്കെ ആണോ ആ കോളേജ് ഓക്കെ ആണോ എന്നുള്ള കാര്യമൊക്കെ. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കോളേജിൻ്റെ കാര്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം, ഇനി നമ്മൾ അടുത്ത അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഇതെങ്ങനെ കൃത്യമായ ആപ്ലിക്കേഷൻ കൊടുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടത് ഒന്നും കൂടി. അപ്പോൾ ഡൗട്ടുള്ള കാര്യം ആൾക്കാർ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാം. മാക്സിമം ഞാൻ നാളെ രാവിലെ ഒരു ഉച്ചയുടെ മുന്നേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ വീഡിയോയുടെ ആപ്ലിക്കേഷൻ ഇതിലേക്ക് കയറുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഇടാം. അതിനുശേഷം അതിന് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിലബസ് ആണ്. ഈ വീഡിയോ ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കാണുന്ന നിങ്ങൾക്ക് മാത്രമേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് കാണാമെന്ന് നിങ്ങളുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പല ആളുകളും ഇതിന് മുന്നേ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓരോ കോളേജിനും ഡിഫറൻറ്റ് സിലബസാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഓരോ കോളേജിനും ഡിഫറൻറ്റ് സിലബസാണ്. അതായത് KTU ആണെങ്കിൽ നിങ്ങൾക്ക് KTUയുടെ സിലബസാണ് MCAക്ക് വരിക. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവർ കോളേജിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ KTU എന്ന് പറഞ്ഞാൽ KTUയുടെ സിലബസിന് വരിക. പക്ഷേ നിങ്ങൾ MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കുസാറ്റിലൊക്കെ വരുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നു. അപ്ഡേറ്റഡ് ലിസ്റ്റിൽ ആ കോളേജ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ഏത് ഇതിൻ്റെ അണ്ടറിലാണ് വരിക എന്നറിയില്ല. അവിടെ അവരുടെ സിലബസ് ആണെന്നാണ് നിലവിൽ അറിഞ്ഞത്. ഇപ്പം ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ നേരിട്ട് വിളിച്ച് അന്വേഷിക്കണം ചെയ്യണം. നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ഏത് യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. KTUവിൻ്റെ എല്ലാതും KTU സിലബസാണ്. LBS പൊതുവേ KTUവിൻ്റെ കുറേ കോളേജുകളുണ്ട്. KTUയുടെ എല്ലാം KTUയുടെ സിലബസാണ് വരുന്നത്. അപ്പോൾ ആ സിലബസ് ഒക്കെ എടുത്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ സിലബസിനെ കുറിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. മെയിനായിട്ട് നിങ്ങളതൊന്ന് പോയി നോക്കാം കേട്ടോ. ഓക്കെ.